ഹലോ ഗായ്സ്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ECL എക്സാം ആണ് നല്ലത് അതോ ഗോയിത്ത് എക്സാം ആണോ നല്ലതെന്നാണ് കേട്ടോ. കാരണം ഇപ്പോൾ കുറേ പിള്ളേർ ജർമ്മൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് B2 ഗോയിത്ത് എഴുതുന്നതാണ് നല്ലത് അത് ECL എഴുതുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പം അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈ 2 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഏതാണ് നല്ലത്, എനിക്ക് ഏതാണ് നല്ലതെന്ന് തോന്നിയതാണ് പറയുന്നത്. ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലവർക്ക് പൊട്ട എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെ പോലെ. അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ 2 എക്സാമിൻ്റെയും രീതികളാണ്. അപ്പോൾ ECL എക്സാമിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ECL എക്സാം എഴുതാൻ പോകുമ്പം അവർ പറയുന്നതാണ് ലേസനും ഷൈബനും ഒരു പെയറായിരിക്കും, അതേപോലെ ഹ്യോറനും പിന്നെന്താ സ്പ്രഷനും ഒരു പെയറായിരിക്കും. ഇത് 2 പെയറാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ പെയർ പാസ്സാവണമെന്നുണ്ടെങ്കിൽ പെയർ വൈസേ നമുക്ക് പാസ്സാകാൻ പറ്റില്ല. അല്ലാതെ ഞാനിതിൽ ലേസൺ പാസ്സായി ആൻഡ് ഷൈബനിൽ പാസ് മാർക്ക് ഇല്ല, ഫെയിൽ ആയിരുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫെയിൽ ആയിട്ടാണ് വരിക. അല്ലാതെ നമുക്ക് പാസ്സായ മൊഡ്യൂൾ മാത്രം എടുക്കാൻ പറ്റില്ല. ഇവർ പെയർ വൈസാണ് ക്വസ്റ്റ്യൻസ്. ലേസ് എന്ന് പറയുമ്പം 20 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് ടൈലിൽ 2 ടൈലേ ഉള്ളൂ. ഫസ്റ്റ് ടൈലിൽ 10 ക്വസ്റ്റ്യൻസും സെക്കൻഡ് ടൈലിലും 10 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഷൈബനിൽ നമുക്ക് 2 ടൈലുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 100 സംതിങ് വേർഡ്സ് വേണം. നമുക്ക് വേർഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ 180 സംതിങ് വേർഡ്സ് വേണം കേട്ടോ. ഷൈബനിൽ 2 ടൈലുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഹ്യോറനാണ്. ഹ്യോറനിൽ നമുക്ക് 2 ടൈലാണ് ഉള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ടൈല് വന്നിട്ട് നോർമൽ നമ്മൾ ചെയ്യാറുള്ള എക്സാം പ്രിപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഹ്യോറനില്ല ഫസ്റ്റ് ടൈല് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ടൈൽ 2 വരുമ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ഹ്യോറൻ പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഹ്യോറൻ കേട്ടിട്ട് വേണം ഈ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഹ്യോറൻ കേട്ടിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് അതിൻ്റെ ആൻസർ അപ്പം തന്നെ എഴുതണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലായിട്ട് ഫീലിംഗ് ആണ്. അത് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈല്. പിന്നെ നമുക്ക് സ്പീക്കിങ്ങിൽ 3 ടൈലാണ് സ്പീക്കിങ്ങിൽ ഉള്ളത് ECL എക്സാമിൽ. ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനും, സെക്കൻഡ് ടൈല് ഡിസ്കസിയും, 2 പേരും തമ്മിലുള്ള ഡിസ്കഷനും, തേർഡ് ടൈൽ വന്ന് തേമ. നോർമലാണ്, എല്ലാ എക്സാമിനും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഫസ്റ്റ് സെക്കൻഡ് ടൈൽ 3 ടൈലുണ്ട്. ആൻഡ് നമ്മൾ ഷൈബൻ എക്സാമിൽ 2 ടൈലിൽ അവർ നമുക്ക് തരുന്ന ഒരു അവർ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഷൈബൻ. ആൻഡ് ECL ഷൈബനിൽ 2 ടൈലാണുള്ളത്. 180 വേർഡ്സ് സംതിങ് വേണമെന്ന് തോന്നുന്നു. 2 ടൈലുണ്ട് നമുക്ക്. ആൻഡ് അതിൽ അവർ തരുന്ന നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിക്ഷണറി യൂസ് ചെയ്യാം, ജർമ്മൻ ഇംഗ്ലീഷ് ഡിക്ഷണറി യൂസ് ചെയ്യാം എന്നവർ പറയും. പക്ഷേ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഷൈബനൊക്കെ എഴുതുമ്പം ഡിക്ഷണറി യൂസ് ചെയ്യാം, ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ. പക്ഷെ വെറുതെയാണ്. ഈ ഡിക്ഷണറി കൈപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഡിക്ഷണറി നോക്കി വാക്ക് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഈ ഡിക്ഷണറി നോക്കി എഴുതാന്ന് പറയുന്നത് തന്നെ വലിയ പൊട്ടത്തരാണ്. എന്തായാലും നമുക്ക് അതിന് 2 ടൈൽ എഴുതി തീർക്കാൻ 180 വേർഡ്സ് വെച്ചിട്ട് എഴുതി തീർക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ ഡിക്ഷണറി നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ തരുന്നതാണ്. നിങ്ങൾക്ക് ലെസൺ ഷൈബനിൽ നിങ്ങൾക്ക് ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് കിട്ടാത്ത വാക്കൊക്കെ ഉണ്ടെങ്കിൽ തപ്പി കണ്ടുപിടിക്കാം. അതിനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അതാണ് സത്യം. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ അത് തപ്പാനിരുന്നാൽ എഴുതി തീർക്കാൻ പറ്റില്ല. അതാണ് ഷൈബൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവർ നമുക്ക് സ്പീക്കിങ്ങിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെയ്യാം. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ECL എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഫ്രണ്ടിന് പാർട്ട്ണറായിട്ട് എക്സാമിന് കയറാൻ പറ്റും. അത് അവർ തരുന്ന സ്പീക്കിങ്ങിന് തരുന്ന നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ECL എക്സാമിൻ്റെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആയിപ്പോയി. ഇതിപ്പോൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ സ്പീക്കിങ്ങിൽ പാസ്സായാലും അവർ ഹ്യോറനിൽ നമ്മളെ ഫീലാക്കും. അത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ECL എക്സാമിൽ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് മാർക്കിങ്. അവർ പറയും 40% ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി എന്ന് പറയും. പക്ഷേ 40% പോരാ നമുക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട്. അതവർ ആദ്യം പറഞ്ഞു തരില്ല, പിന്നെ ആയിരിക്കും പറഞ്ഞു തരിക. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 60% ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ലേസൺ ഷൈബൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 120 മാർക്ക് വേണം. 120% വേണം നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്, ഈ 2 മൊഡ്യൂളും കൂടായിട്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ 40% മേടിക്കും. ഇപ്പം ലേസൺ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ലേസണിൽ 40% മേടിച്ചിട്ട് ഷൈബനിൽ 80% മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മൊഡ്യൂളും പാസ്സാവാം.
അല്ല, ഇപ്പം 40% ലേസണിലും ഷൈബനിൽ 60 ജസ്റ്റ് പാസ്, 60% രണ്ടും, ഒന്നിൽ മിനിമം പാസും ഒന്നിൽ പാസ് മാർക്കും വാങ്ങി നിങ്ങൾ പാസ്സാവില്ല കേട്ടോ. 40-60 വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവില്ല. ആൻഡ് 120% വേണം ഈ 2 മൊഡ്യൂളും കൂടി നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത്. മാർക്ക് ചെയ്യേണ്ട കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ECL എക്സാമിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഗോയിത്തെ എക്സാം ആണെങ്കിൽ നമുക്കിപ്പോൾ കോമൺ ആണ്. എന്താ, ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ എല്ലാത്തിലും 60% വേണം നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഞാൻ B2 പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ECL എക്സാം ആയിരുന്നു. ഞാൻ 4 വട്ടം ECL എക്സാം എഴുതി. ബട്ട് ഷ്രൈബനിൽ പാസ്സാവും, ട്രഷറിലും പാസ്സാവും, ബട്ട് ലേസൺ, ഹ്യോറൻ ഫെയിലാവും. ഇതാണ് ഞാൻ ഈ 4 വട്ടം എഴുതിയപ്പോഴും എനിക്കുണ്ടായിരുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ലാസ്റ്റ് ഭയങ്കര സങ്കടമായി. കാരണം 4 വട്ടം എഴുതിയിട്ടും പാസ്സാവണില്ല. അപ്പം പിന്നെ പറയണ്ടല്ലോ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഫെയിൽ എന്ന് എപ്പോഴും വന്ന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഗോയിത്തെ എക്സാം എഴുതിയിട്ട് ഗോയിത്തെ എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ഗോയിത്തെ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മൊഡ്യൂൾ പാസ്സായാൽ ഒരു മൊഡ്യൂൾ നമുക്ക് കിട്ടും. അല്ലാതെ ഒക്കെ ഫെയിൽ കാണിച്ച് വരില്ല. അപ്പോൾ ഗോയിത്തെ എക്സാം ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ക്രാക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം എന്ന് എനിക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മൾ എഴുതി ഫുൾ പൊട്ടലായിരിക്കും. ഭയങ്കര ശോകമായിരിക്കും ഫുൾ പൊട്ടൽ കാണുമ്പോൾ. അപ്പം ഗോയിത്തെ എക്സാം എഴുതുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് ഓരോന്ന് പാസ്സായി എടുക്കാൻ പറ്റും. ട്രൈ ചെയ്യാം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായി പഠിക്കുക. വൊക്കാബുലറീസും ഗ്രാമറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അത്രയൊക്കെ തന്നെയുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹ്യോറിനും ലേസനൊക്കെ കുറേ കേട്ട് റീഡ് ചെയ്യുക. ഹ്യോറൻ നന്നായി കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ലേസനൊക്കെ റീഡ് ചെയ്യുക. കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക. ജർമ്മൻ ബുക്സൊക്കെ ഉണ്ടാവും, നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ജർമ്മൻ ചെറിയ സ്റ്റോറി ബുക്സൊക്കെ, അതൊക്കെ വായിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നന്നായി പഠിക്കുക, എക്സാം എഴുതുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ജർമ്മൻ പഠിച്ച് ഇങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.